ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഇന്നലത്തെ ലഞ്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ലഞ്ച് കുക്കിങ്ങും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കുക്കിംഗ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ വിളമ്പലും കഴിക്കലും അങ്ങനെയുള്ള ഒരു ലഞ്ചിൻ്റെ ഫുൾ വ്ളോഗാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അരിയെടുത്ത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരി വേവാനായിട്ട് വെച്ചു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്രോൺസിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെമ്മീനൊക്കെ എടുത്ത് ഫ്രീസറിലിരിക്കുകയായിരുന്നു. അത് നന്നായിട്ട് വെള്ളത്തിലിട്ടു. അതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് ക്ലീനായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി. അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, വിനേഗർ എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, അത്രയൊക്കെ തന്നെ. പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അടുപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് ക്ലീനാക്കി ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം പ്രോൺസും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് എന്ന് പറയുന്നത് കുക്കറിൽ വിസിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ജലദോഷവും വയ്യായികയും ക്ഷീണമൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പല കൂട്ടം കറികളൊന്നും വെക്കാനായിട്ട് ഒരു മൂഡില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രോൺസ് റൈസ്, നമ്മുടെ ചെമ്മീൻ ചോറില്ലേ, അപ്പോൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം. അതാവുമ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. സാറായിക്ക് സ്കൂൾ വിട്ട് വിശന്നാണ് വരുന്നത്, അപ്പോൾ മോള് കഴിച്ചോളും. പിന്നെ അതാവുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പ്രോൺസ് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പ്രോൺസ് റൈസ്, ചെമ്മീൻ ചോറെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബസ്മതി റൈസിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ജീരകശാല റൈസിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാദാ മട്ട റൈസിൽ, നാടൻ കുത്തരി ചോറിൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാദാ നമ്മുടെ മട്ട റൈസ് ഉണ്ടല്ലോ, അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള പ്രോൺസ് ഞാൻ എണ്ണയിലിട്ടു, ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഡേയും കൂടെ എടുക്കാനുള്ള ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ കുറച്ച് നീളത്തിലരിഞ്ഞു, വെളുത്തുള്ളി വട്ടത്തിലും അരിഞ്ഞു. അങ്ങനെ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രോൺസ് ഒന്ന് വേവട്ടെ. പ്രോൺസ് ഒന്ന് ആവശ്യത്തിന് വെന്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ള പൊളിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഞാൻ പിന്നെ ഈ പ്രോൺസ് മാത്രമല്ല, നമ്മൾ മീൻ പൊരിക്കുമല്ലോ, മീൻ പൊരിച്ചതിന് ശേഷം നന്നായിട്ട് ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ആ ഫിഷ് ഫ്രൈ എടുത്ത് മാറ്റിയതിന് ശേഷം ആ കോക്കനട്ട് ഓയിലിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഈ സെയിം ഇൻഗ്രീഡിയൻ്റ് ഇട്ട് ഞാൻ ചോറൊന്ന് ഇളക്കിയെടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം, അല്ലെങ്കിൽ ഇച്ചിരി ക്ഷീണം വയ്യായികയൊക്കെ ഉള്ള ദിവസങ്ങളിൽ, നല്ല ജലദോഷത്തിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നല്ല രീതിയിൽ കഴിക്കുന്നില്ല, അതുകൊണ്ട് ലഞ്ച് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലാക്കി കൊടുക്കും. അപ്പോൾ നന്നായിട്ട് വിശന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചില ദിവസങ്ങളിലേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളൂ, ചില ദിവസങ്ങളിൽ ഡയറക്റ്റ് ലഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അവൾക്ക് ഈ പ്രോൺസ് റൈസ്, ചെമ്മീൻ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മീൻ ഫിഷ് ഫ്രൈ വെച്ചിട്ടുള്ള ചോറ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചെമ്മീൻ ചോറ് അവൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ലഞ്ചായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും പ്രോൺസും വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോൺസ് പൊരിച്ചപ്പോൾ അതിൽ കുറച്ച് ഓയിൽ കൂടുതലുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ റൈസ് ഇടുന്നതിന് മുന്നേ എന്താണേലും ഈ ഓയിൽ കുറച്ച് ഊറ്റി മാറ്റുന്നുണ്ട്. ഇത്രയും ഓയിലിൽ ഞാൻ റൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലും നമുക്ക് ചെമ്മീനെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു 5-6 ചെമ്മീൻ ഉണ്ടെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇതാകുമ്പോഴത്തേനും നമുക്ക് കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു.
റൈസ് ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട്. അപ്പോൾ ഞാൻ ഓയിൽ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി പ്രോൺസ് പൊരിച്ച സമയത്ത് ഓയിൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ ഊറ്റി മാറ്റി. ഇപ്പോൾ കറക്റ്റ് നമുക്ക് റൈസിന് വേണ്ട ഓയിൽ. അതിലേക്ക് ഞാനിതാ ഒരു പിടി ചോറിട്ടു. ഒരുപാടൊന്നും ഇട്ട് മിക്സ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ എനിക്കും സാറായിക്കും വേണ്ടി മാത്രം മതി. ഇക്ക ഓഫീസിൽ പോയി. ഇക്കാക്ക് ഞാൻ ലഞ്ച് ബോക്സ് വേറെയാണ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോൺസ് മാറ്റിയിട്ടുണ്ട്. ഇക്കാക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള പ്രോൺസ് റൈസ് റെഡിയാക്കുകയാണ്. അത്യാവശ്യം കൂടുതൽ പീസ് പ്രോൺസൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ കറിയുടെ ഒരാവശ്യവും ഇല്ല. കാരണം ഇതിലത്തെ ആ ഫ്രൈഡ് ആയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഗാർലിക്കൊക്കെ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പ്രോൺസ് അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. അപ്പോൾ ഇതാ ഞാൻ പ്രോൺസ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. പ്രോൺസ് റൈസ്, നമ്മുടെ ചെമ്മീൻ ചോറ്. സത്യം പറഞ്ഞാൽ ഇതിനൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ പപ്പടം പൊരിച്ചില്ല. പപ്പടത്തിൽ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇതിലേക്ക് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കഴിക്കണ്ട. ഈ ഒരു ഫ്ലേവർ അതുപോലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തിപ്പൊടിയോ അച്ചാറോ പപ്പടമോ ഒന്നും എടുത്തില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിയൊക്കെ ആ മൂക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രുചിയാണ്. ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂപ്പിക്കുമ്പോൾ ഭയങ്കര രുചിയാണ്. പിന്നെ ആ നമ്മുടെ പ്രോൺസ് റെഡിയാക്കിയ ചട്ടിയിൽ തന്നെ ചോറിട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രത്തോളം പ്രോൺസിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കരിയാപ്പിലയൊക്കെ വെച്ച് കൊടുത്തതാണ്. അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞങ്ങളുടെ ലഞ്ച് ഞാൻ ഇത്രയോ ഉണ്ടാക്കിയുള്ളൂ. എനിക്കും സാറായിരിക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള പോർഷനാണിത്. അപ്പോൾ അതാ ഞങ്ങൾ ഇത് കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. റൈസ് എടുത്ത് പ്രോൺസൊക്കെ വെച്ച് റൈസ് കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും മക്കൾക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.